ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ തിരുവചനത്തിൽ യേശുനാഥൻ തൻ്റെ ശിഷ്യന്മാരോട് പറയുന്ന ഒരു കാര്യമുണ്ട്. യേശു തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്ന ഒരു അധ്യായമാണ്. ഗുരു തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുമ്പോൾ ഒരു ശിഷ്യൻ എങ്ങനെയായിരിക്കണം എന്ന് ഈശോ പഠിപ്പിക്കുക. ഇന്ന് തിരുസഭയിലുള്ള മാമോദിസ സ്വീകരിച്ച ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി എഴുതപ്പെട്ട വചനവുമാണിത്. ഓരോ ക്രൈസ്തവനും ഓരോ ക്രിസ്ത്യാനിക്കും വേണ്ടി എഴുതപ്പെട്ട വചനമാണ്. 7-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ തിരുവചനം. വചനം ഇപ്രകാരം പറയുന്നു: ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുവിൻ. നാശത്തിലേക്ക് നയിക്കുന്ന വാതിൽ വിസ്തൃതവും വഴി വിശാലവുമാണ്. ഇടുങ്ങിയ വാതിൽ, ഇതൊരു വലിയ ഒരു സത്യമാണ്. ദൈവ തിരുമുമ്പിലേക്ക് ഒരു വ്യക്തിക്ക് എത്തണമെങ്കിൽ ഈ ഭൂമിയിലുള്ള പലതും നമ്മൾ ത്യജിക്കേണ്ടതായിട്ട് വരും, പലതും നമ്മൾ ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും. നമ്മളിൽ കുടികൊള്ളുന്ന പല തിന്മകളെയും പല സ്വഭാവ വൈകല്യങ്ങളെയും എല്ലാം നമ്മൾ ഉപേക്ഷിക്കണം. ഈ ലോകത്തിലേക്കുള്ള വഴി വളരെ വിശാലമാണ്, എന്നാൽ ജീവനിലേക്കുള്ള വഴി അത് ഇടുങ്ങിയതാണ്. ആ വഴിക്ക് പോകുക വളരെ പ്രയാസമുള്ള കാര്യമാണ്. അതിന് നമ്മൾ വിശുദ്ധ ഗ്രന്ഥവുമായിട്ട് ഒന്ന് താരതമ്യം ചെയ്തു കഴിഞ്ഞാൽ, പിതാവിൻ്റെ ഭവനത്തിൽ നിന്നും 2 പുത്രന്മാരിൽ ഇളയവൻ പിതാവിനോട് തൻ്റെ വിഹിതം ഓഹരിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് ദൂരദേശത്തേക്ക് പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഈ ദൂരദേശം വളരെ വിശാലമാണ്. പിതാവിൻ്റെ ഭവനത്തിൽ ഈ മകനായിരുന്നപ്പോൾ ആ പിതാവ് പറയുന്നതൊക്കെ അംഗീകരിച്ച് അനുസരിച്ച് പിതാവിന് വിധേയപ്പെട്ടു പോകണം. അത് അവൻ്റെ ജീവിതത്തിൽ ഒരു ഇടുങ്ങിയ അവസ്ഥയായിരുന്നു. എന്നാൽ അവൻ നോക്കിയപ്പോൾ ഈ ലോകത്തിൻ്റെ മക്കൾ അടിച്ചു പൊളിച്ച് സുഖിച്ച് ജീവിക്കുന്നു. 4 കവലകളിൽ അന്തി ഉറങ്ങി കുടിച്ച് മതിച്ച് തിന്ന് ജീവിക്കുന്നത് പിതാവിൻ്റെ ഭവനത്തിലിരുന്ന് ലോകത്തിലേക്ക് നോക്കിയപ്പോൾ അവന് കാണാൻ പറ്റി. അവൻ പിതാവിനോട് പറഞ്ഞു, എനിക്കുള്ളത് തന്നിട്ട് ഞാൻ പോവുകയാണ്. അവൻ ലോകത്തിലേക്ക് പോയി. ആ വിസ്തൃതമായ വഴിയിലൂടെ ചെന്നപ്പോൾ ആ ലോകത്തിൻ്റെ വഴി, വിസ്തൃതമായ വഴി ചെന്ന് അവസാനിച്ചത് നിത്യനാശത്തിലേക്കാണ്. അവസാനം അവൻ ചെന്ന് വീഴുന്നത് പന്നിക്കൂട്ടിലേക്കാണ്. അവൻ അവിടെ കിടന്ന് പന്നിയുടെ തവിട് തിന്ന് വിശപ്പ് അകറ്റുവാൻ വേണ്ടി, വിശപ്പ് ഒന്ന് ശമിപ്പിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നതായിട്ടെല്ലാം വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അവസാനം അവൻ അനുഗ്രഹം പ്രാപിച്ചത് ആ പന്നിക്കൂട്ടിൽ കിടന്നുകൊണ്ട് ഞാൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് ചെല്ലുമെന്നും ആ പിതാവിൻ്റെ മുമ്പിൽ ചെയ്ത തെറ്റുകൾ ഞാൻ ഏറ്റുപറയുമെന്നും ആ പിതാവിനോട് മാപ്പ് ചോദിക്കുമെന്നും സ്വർഗത്തിനും അങ്ങേക്കുമെതിരായി ഞാൻ പാപം ചെയ്തു പോയി എന്ന് നിന്റെ മകനെ നീ വിളിക്കപ്പെടാനായിട്ടുള്ള യോഗ്യത എനിക്കില്ല എന്ന് അവൻ ഹൃദയത്തിൽ തന്നെ ആ തെറ്റേറ്റു പറഞ്ഞുകൊണ്ട് പിതാവിൻ്റെ ഭവനത്തിലേക്ക് ചെന്നു കഴിഞ്ഞപ്പോൾ ആ പിതാവിൻ്റെ ഭവനം ഇവനെ സ്വീകരിക്കുവാൻ വേണ്ടി, സന്തോഷത്തോടു കൂടി സ്വീകരിക്കുവാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന അവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും. പിതാവിൻ്റെ ജീവിതത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ദൂരദേശത്തുനിന്ന് വരുന്നപ്പോൾ തന്നെ അവനെ ഇറങ്ങിച്ചെന്ന് അവനെ പന്നിക്കൂട്ടിൽ നിന്ന് വന്നപ്പോൾ അവനെ കുളിപ്പിച്ചില്ല, നല്ല സോപ്പിട്ട് കുളിപ്പിച്ചൊന്നുമില്ല. അവൻ ഏതവസ്ഥയിൽ പിതാവിൻ്റെ മുമ്പിലേക്ക് മടങ്ങി വന്നോ ആ അവസ്ഥയിൽ അവനെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് സ്നേഹചുംബനം കൊടുക്കുന്ന ഒരു പിതാവിനെ നമുക്ക് കാണുവാൻ പറ്റും. അങ്ങനെ ആ പിതാവിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ, ആ പിതാവിൻ്റെ ദർശനത്തിലേക്ക് കടന്നു വന്നപ്പോൾ അവൻ ആനന്ദിക്കുവാനും അതുപോലെ തന്നെ സന്തോഷകരമായ ജീവിതം നയിക്കുവാനും അവന് സാധിക്കുന്നുണ്ട്. പ്രിയ സഹോദരങ്ങളെ, പലപ്പോഴും ദൈവത്തിന് മുമ്പിലേക്ക് പോകുമ്പോൾ അതൊരു ഇടുങ്ങിയ വഴിയാണ്. ലോകത്തിൻ്റെ വഴി വിശാലമുള്ളതാണ്. ദൈവത്തിന് മുമ്പിലേക്കുള്ള വഴി ദുർഘടമാണ്. നമ്മുടെ ജീവിതത്തിലുള്ള പലതും നമ്മൾ ഉപേക്ഷിക്കണം, പലതും നമ്മൾ മാറ്റിവെക്കേണ്ടതായിട്ട് വരും. ഈ ലോകത്തിൽ നിന്ന് പലതരത്തിലുള്ള മാറ്റി നിർത്തലുകളും വേദനിപ്പിക്കപ്പെട്ട അവസ്ഥകളും എല്ലാം ഉണ്ടാകും. ഇതെല്ലാം ഈ ലോകത്തിൽ നടക്കും. ദൈവത്തിന് മുമ്പിലേക്ക് തിരിയുന്നൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ഇടുങ്ങിയ വാതിലിലൂടെയുള്ള പ്രവേശനമാണ്. ആ ഇടുങ്ങിയ വാതിലൂടെ പ്രവേശിക്കുന്നവന് നിത്യതയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും.
അതുകൊണ്ടാണ് സഭയിലുള്ള ആദ്യ നൂറ്റാണ്ടിലുള്ള സകല പിതാക്കന്മാരും രക്തസാക്ഷികളുമെല്ലാം ആ ഇടുങ്ങിയ വാതിലുകളിലൂടെ പ്രവേശിച്ചുകൊണ്ട് ഈ ലോകത്തിൽ നിന്ന് പീഡനങ്ങളും വേദനകളും നിന്ദനങ്ങളും എല്ലാം ഉണ്ടായപ്പോൾ അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് ആ ഇടുങ്ങിയ വഴിയിലൂടെ സഞ്ചരിച്ച് കർത്താവിൽ നിദ്ര പ്രാപിച്ച് കർത്താവിൽ ഒന്നായി മാറ്റപ്പെട്ട അവസ്ഥ. നമുക്കും നമ്മുടെ ജീവിതത്തിൽ ഈ ലോകത്തിൻ്റെ സുഖജീവിതത്തെ ഒന്ന് മാറ്റിവെച്ചുകൊണ്ട് ദൈവത്തിനു മുമ്പിലേക്ക് ആ ഇടുങ്ങിയ വഴിയിലൂടെ ഒന്ന് യാത്ര ചെയ്യുവാൻ വേണ്ടി നമുക്കൊരു തീരുമാനമെടുക്കാം. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവമേ, ഇടുങ്ങിയ വഴിയിലൂടെ നിങ്ങൾ പ്രവേശിക്കുവിൻ, നാശത്തിലേക്കുള്ള വഴി വിശാലമാണെന്ന് അരുളി ചെയ്ത കർത്താവേ, ഇന്ന് വിശാലമായ വഴിയിലൂടെ സുഖഭോഗങ്ങളുടെ മടിത്തട്ടിൽ അന്തിയുറങ്ങി ജീവിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കർത്താവേ, അങ്ങയുടെ വഴി, അങ്ങിലേക്കുള്ള വഴി പലപ്പോഴും ദുർഘടം പിടിച്ചതാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ആ വഴി സ്വീകരിച്ചുകൊണ്ട് അങ്ങയുടെ മാർഗത്തിൽ സഞ്ചരിക്കുവാൻ അങ്ങയുടെ ആത്മാവിനെ ഞങ്ങളിലേക്ക് അയച്ച് ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ, ശക്തിപ്പെടുത്തണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.